ഗായ്സ്, അന്ന് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് പൂച്ച പ്രശ്നവുമായിട്ടാണ്. നമ്മുടെ ഗ്ലാമി ഗംഗ അവരുടെ യൂട്യൂബ് ചാനലിൽ അവരുടെ വീടിനടുത്തുള്ള ആരോ പൂച്ചയെ വിഷം വെച്ച് കൊന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഞാനൊരു പൂച്ച സ്നേഹി അല്ലെങ്കിൽ ഒരു പെറ്റ് സ്നേഹിയൊന്നുമല്ല. ഞാനങ്ങനെ പെറ്റിനെ വളർത്താറുമില്ല. ബട്ട് ഒരു പൂച്ചയെ കൊല്ലാനുള്ളൊരു മനസ്സ് ഇന്നാൾ നമ്മൾ കണ്ടു. ഒരു പൂച്ച ഇങ്ങനെ, ഒരു ഗർഭിണിയായ പൂച്ച ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടേക്കുന്നത്. അതുപോലെയുള്ള വളരെ വൈകൃതമായ കാര്യങ്ങൾ ചെയ്യാൻ മലയാളികൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. നമുക്ക് എന്താണ് ഗംഗ പറയുന്നത് നോക്കാം. നമുക്ക് പപ്പു എന്ന് പറഞ്ഞൊരു പൂച്ച, നിങ്ങൾക്കറിയാം, വീഡിയോസിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അവൻ ഒരു മൂന്ന് ദിവസമായിട്ട് അവനെ കാണാനില്ല. ഇപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഒരു ബാഡ് സ്മെല്ലടിച്ച് വീട്ടിൻ്റെ പുറകിൽ ഫുള്ളങ്ങ് എന്താ പറയുക, ജീർണിച്ച് ആ ഒരു പരുവത്തിലങ്ങ് കിടന്ന്. അപ്പം അത് ഡിസ്പോസ് ചെയ്തതിൻ്റെ പിറ്റേന്ന് എൻ്റെ 2 പൂച്ചകൾ മരിച്ച്, അതിൻ്റെ പിറ്റേന്ന് 2 പൂച്ചകൾ മരിച്ച്, ആക്ച്വലി ഒരു 4-5 പൂച്ചകൾ മരിച്ച്. എല്ലാവരും അവരവരുടെ ജീവിതം, അവരവരുടെ കാര്യം, എൻ്റെ ജീവിതം, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന രീതിയിൽ മാത്രം ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ ഒരു പൂച്ച ഇങ്ങോട്ട് കയറി, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ പൂച്ച വീട്ടിൽ വന്ന് നമ്മൾ മീനിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ അയൽവാസി. ഇപ്പോൾ നമുക്ക് അറിയാത്ത നമ്മളൊക്കെ വീട്ടിൽ തന്നെ. ഇപ്പോൾ നമുക്ക് എന്താണ് ഗംഗ പറയുന്നത് നോക്കാം. ഈ കഴിഞ്ഞ ഒരു 1.5 ആഴ്ചയായിട്ട് ഒരാഴ്ചയായിട്ട് തുരുതുരാ എൻ്റെ പൂച്ചകൾ എന്നും മരിക്കും ഗൈസ്, എന്നും. അതായത് ഇപ്പം എന്തെങ്കിലും മരിച്ച് നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കണം അവർക്ക്. അപ്പം അവർക്ക് അസുഖമൊന്നുമില്ല. അവരെ മരിച്ചതെന്ന് വെച്ചാൽ അവർക്ക് ആരോ വിഷം കഴിച്ചിട്ടാണ് അവർ മരിച്ചത്. ഒരു പൂച്ചയ്ക്ക് വയ്യ, പ്രഗ്നന്റ് ആയിരുന്നു പൂച്ച. ഈ പൂച്ച ഇവിടെ വന്ന് ഞങ്ങളെ മേശപ്പുറത്ത് വന്നിരുന്നിട്ട് അതിങ്ങനെ തലയിട്ട് വെട്ടിക്കണുണ്ടായിരുന്നു. തലയിട്ട് വെട്ടിച്ച് എന്ന് വെച്ചാൽ അതിങ്ങനെ അതിന്റെ ബ്രെയിൻ എന്തോ അഫക്റ്റ് ആയ രീതിക്ക്, തലയ്ക്ക് എന്തോ അഫക്റ്റ് ആയ രീതിക്ക് അതിങ്ങനെ കിടന്ന് തലയിട്ട് വെട്ടിച്ച് വായി കൂടെ ഇങ്ങനെ കുറച്ച് വെള്ളവും ഇങ്ങനെ സലൈവ ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ പൂച്ച വരാറുണ്ട്. അത് പെട്ടെന്ന് കാണാതാകുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ അത് എവിടെ പോയി എന്നൊക്കെ തോന്നാറുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊരു പൂച്ചയുണ്ടായിരുന്നു. ഞങ്ങൾ വളർത്തുന്നതൊന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് വരും. പക്ഷെ നമുക്കൊരു സ്നേഹം ഉണ്ടാവും, ഓട്ടോമാറ്റിക് നമ്മുടെ അടുത്ത് വരുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുക്കും. പെട്ടെന്നൊരു സുപ്രഭാതത്തിനെ കാണാതായി. അപ്പം എല്ലാവരും അതിനെപ്പറ്റി, നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും അതിനെപ്പറ്റി വളരെ ഈഗറായിട്ട് അത് എന്ത് പറ്റി, എന്തായി, പിന്നെ അതിനെ കാണാനേ പറ്റില്ല. എപ്പോഴും ഒരു നമ്മുടെ മനസ്സിലൊരു വിഷമമായിട്ടുണ്ട്. അങ്ങനെ ആർക്കും അങ്ങനെ ഒരു മൃഗങ്ങളോടും ഒരു വൈരാഗ്യപരമായ രീതിയിൽ പെരുമാറാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഒരു പെറ്റ് സ്നേഹി അല്ലെങ്കിൽ കൂടെ നല്ല വിഷമമുണ്ട്. ബിക്കോസ് നമ്മൾ ആരും ഇങ്ങനല്ല. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് എന്താണ് ഗംഗ പറയുന്നത് നോക്കാം. ഇത് ഭയങ്കര അമറക്കവും ഭയങ്കര വിളി വെച്ചാൽ ആ വിളി എനിക്ക് ഇപ്പോഴും എൻ്റെ ചെവിയിൽ ആ വിളിയുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വിളി ഒന്ന് ഡൗൺ ആയപ്പോൾ അതിൻ്റെ സൗണ്ട് കുറഞ്ഞ് വരണം. അത് കഴിഞ്ഞപ്പം വേറെ ഫ്രണ്ടിൽ, ഞങ്ങളുടെ വീടിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ റോഡ് സൈഡിൽ വേറൊരു പൂച്ച കിടന്ന് വിളിയോട് വിളി. അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്കും രക്തം വൊമിറ്റ് ചെയ്യണ്. അപ്പം എനിക്ക് മനസ്സിലായി. കാരണം മുമ്പും ഇത് കണക്ക് പോയിസം വെച്ച് കഴിച്ചിട്ട് എൻ്റെ ഒരു പൂച്ചകളൊക്കെ വല്ലപ്പോഴേക്കൊക്കെ മരിച്ചിട്ടുണ്ട് മുമ്പ്. ഈ ഒരു ദുഷ്ടപ്രവർത്തനം. എന്നിട്ടും ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരാൾ പറയാണ്, ഇനി ശല്യമാണെങ്കിൽ വിഷം വയ്ക്കും എന്ന് പറഞ്ഞു. പൂച്ചനെ വിഷം വെച്ച് കൊല്ലുക, ഭക്ഷണത്തിൽ വിഷം വെച്ച് കൊല്ലുക, ദാറ്റ്സ് കൈൻഡ് ഓഫ് ഡിസീവിങ്. ചതിക്കുക, ഭക്ഷണത്തിൽ കൂടെ ചതിക്കുക. അപ്പോൾ അവരുടെ ഒരു മാനസിക സ്ഥിതി ആലോചിച്ച് നോക്കുക. പൂച്ചയ്ക്ക് കൊടുക്കുന്നതായാലും അപ്പോൾ അവരെ വിശ്വസിച്ച് എങ്ങനെ ഒരു സാധനം ആയാലും വാങ്ങി കഴിക്കും. അതാരാന്നുള്ള കാര്യം ഗംഗ പറയുന്നില്ല. പക്ഷേ അവർക്കറിയാമെന്ന് പറയുന്നു. അപ്പം ആ പുള്ളിയുടെ കയ്യിൽ നിന്ന് എങ്ങനെ ഒരാളൊരു സാധനം വാങ്ങി കഴിക്കും വിശ്വാസ്യതയോടെ? നമുക്ക് എന്താണ് ഗംഗ പറയുന്നത് നോക്കാം. അപ്പം ഇന്നും നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഞങ്ങൾക്കിനി ആരെ മരണവും കാണാൻ. കാരണം ലൈവായിട്ട് ഈ സൗണ്ടും ഇതൊക്കെ ഈ പെടഞ്ഞിരിക്കണേ കണ്ടുകൊണ്ട് ഇനി ഇത് കാണാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും കൂടെ പാക്ക് ചെയ്യാൻ പോവാണ് ഗൈസ്. ഞങ്ങൾ പീപ്പിൾ ഫോർ ആനിമൽസ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട് ഇവിടെ ട്രിവാൻഡ്രത്ത്. അവർക്ക് ട്രിവാൻഡ്രത്ത് മാത്രമല്ല, ഇങ്ങനെ പെട്ടെന്ന് ഞാനിങ്ങനെ കൊണ്ടു കൊടുത്തപ്പം ഇപ്പം അമ്മമാർ കൊച്ചുങ്ങൾ അനാഥാലയത്തിൽ എനിക്ക് ആകാശദൂത് സിനിമയുടെ ഒരു ഇതാണ് കേട്ടോ തോന്നി. ഭയങ്കര വീക്കായിപ്പോയി. ഞാൻ ഇമോഷണലി എനിക്ക് ഒട്ടും പറ്റാനില്ലായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റില്ലായിരുന്നു. ഞാൻ പിന്നെ കുറേ നേരം കരഞ്ഞ് പിന്നെയാണ് ഞാൻ ഓക്കെ ആയത്. മനുഷ്യന് സ്നേഹം ഇതൊക്കെ, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ്, ഇതൊക്കെ ഉണ്ട്. അത് പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനല്ല ഉപയോഗിക്കേണ്ടത്. വളരെ മോശമായിപ്പോൾ എന്തായാലും അങ്ങനൊരു ചെയ്തി ഉണ്ടായത്. നമുക്ക് എന്താണ് ഗംഗ പറയുന്നത് നോക്കാം.
കാണിച്ചു തരാം. പക്ഷെ എനിക്ക് ഇവരെയും കൂടെ കൊണ്ടുപോകണമായിരുന്നു. പറയൂ. ഇവിടെ എല്ലാരും കരച്ചിലാണ് ഗൈസ്. അച്ഛൻ നോക്കണം. ഒരു പൂച്ചയെ അതിനെ വിശ്വസിപ്പിച്ച് ഫുഡ് കൊടുക്കുകയാണ് എന്നുള്ള രീതിയിൽ വിശ്വസിപ്പിച്ച് അതിനെ കൊല്ലുന്നത് എത്ര ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. അത് മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെ ആവരുത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു മറ്റുള്ള മൃഗങ്ങളോട് സഹാനുഭൂതി, ഇതൊക്കെ മനുഷ്യനാണ് ഉണ്ടാവേണ്ടത്. മനുഷ്യൻ മൃഗത്തെ പോലെ നടന്നു കഴിഞ്ഞാൽ അപ്പോൾ മൃഗത്തിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ മൃഗം മനുഷ്യനേക്കാൾ എത്രത്തോളം ഭേദമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ മിസ് ചെയ്യും. വേറെ ഒന്നുമല്ല ഗൈസ്, എനിക്ക് ഇന്നേ വരാം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എൻ്റെ കൂടെ നിന്ന മനുഷ്യരായിക്കോട്ടെ ആരായിക്കോട്ടെ നല്ല പിറകെ നിന്ന് കുത്തിയും ചതിച്ചിട്ടൊക്കെ ഇന്നേ വരെ എന്നെ ഒരു മൃഗങ്ങൾ ഞങ്ങൾ ഇങ്ങനെ സ്നേഹിച്ച് വളർത്തിയ മൃഗങ്ങൾ ആരും ഞങ്ങളെ ചതിക്കാനാ വഞ്ചിക്കാനാ നുണ പറയാനാ ഏഷണി പറയാനാ അങ്ങനെയൊന്നും നിന്നിട്ടില്ല. അപ്പം എനിക്കത് ഭയങ്കര വിഷമമായി. കാരണം അവർ ഇപ്പം ദിവസം വരെ കാണും, പക്ഷെ അവർ ഒരു ദിവസം അവരില്ലാതായപ്പോൾ ഭയങ്കര വിഷമമായി. ഇവിടെ വീട്ടിൽ വന്ന് കയറി വേണ്ടി കഴിഞ്ഞാൽ ഇവിടെ മുകളിലാണ് നോക്കിയത് അവർ കിടക്കണ സ്ഥലമൊക്കെ. ഗൈസ്, നമുക്കറിയാവുന്നൊരു പൂച്ച മരിച്ചു കിടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്നില്ലാത്ത ഒരു പൂച്ച സ്ഥിരം അവിടെ വരുന്നൊരു പൂച്ച മരിക്കുമ്പോൾ അത് ചത്ത് കിടക്കുന്ന അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് നല്ല വിഷമമുണ്ടാകും. അപ്പോൾ ഇങ്ങനെ അതിനെ സ്നേഹിച്ച് വളർത്തുന്ന, അത് ഇത്രയും പൂച്ചകളെ വളർത്തുന്ന ഒരാൾ ഇങ്ങനെ പൂച്ചകൾ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കുക. ഞാൻ വളർത്തുന്നില്ലെങ്കിലും അവരുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എത്രത്തോളം അവരത് ഹേർട്ടായിട്ടുണ്ടെന്നുള്ള കാര്യം. ഇങ്ങനെ പൂച്ചയെ കൊണ്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ അറ്റ്ലീസ്റ്റ് അവരോട് പറയുക, ഇങ്ങനെ പൂച്ചകൾ കാരണം ഞങ്ങൾക്ക് ശല്യമുണ്ട്, നിങ്ങൾ അതിനെന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്നതല്ലാതെ ഇങ്ങനെ പൂച്ചയെ കൊല്ലുന്ന ഒരു ഏർപ്പാട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ കൊല്ലും, അതെന്താണ് ഒരു അഗ്രസീവ് നേച്ചർ, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചാൽ എന്തും ചെയ്യുമെന്നുള്ളൊരു ചിന്താഗതി, അതൊരിക്കലും നല്ലതല്ല. മൃഗങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ 4% മനുഷ്യർ കാണിക്കുന്നില്ല. അതാണ് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു ദുരവസ്ഥ. മറ്റുള്ളവരോട് മറ്റുള്ള മനുഷ്യരോടുകൂടെ മിണ്ടണ്ട, സംസാരിക്കേണ്ട, ഒന്നും വേണ്ട. അങ്ങനെയുള്ളൊരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പം മൃഗങ്ങളോടും നമ്മുടെ ആ ഒരു നമ്മൾ മാത്രം എന്നുള്ളൊരു ചിന്താഗതി കാണിച്ച് അവരെ കൊല്ലുന്നത് അതൊട്ടും ശരിയായ കാര്യമല്ല. അത് മനുഷ്യനൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഗ്ലാമി ഗംഗ ബാക്കിയുള്ള മൃഗങ്ങളെയൊക്കെ ഒരിടത്ത് കൊണ്ട് ആക്കിയിട്ടുണ്ട്. നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്, പക്ഷേ മൃഗങ്ങളെയൊക്കെ നോക്കുന്ന ഒരു സ്ഥലമാണ്. അത് ഏറ്റവും നല്ലൊരു തീരുമാനമാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ ആ മൃഗങ്ങളെ കൊല്ലാതെ അവരെ ഒരു സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ട് എത്തിക്കുന്നത് അത് നല്ലതേ ചെയ്യത്തുള്ളൂ. ഇങ്ങനെയുള്ള മനുഷ്യരല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ താഴെ കമൻറ്റിലിടുക. അപ്പോൾ കാണാം. ബൈ.